മെയ് 26-ന് സൈക്കിൾ യാത്രികൻ കാറിടിച്ചു മരിച്ചു. അപകട മരണമെന്ന് എഴുതി തള്ളേണ്ടിയിരുന്ന സംഭവമാണ് പോലീസ് അന്വേഷണത്തിൽ കൊട്ടേഷനിലൂടെ നടത്തിയ അരുംകൊലയാണെന്ന് കണ്ടെത്തിയത്. കൊലപാതകത്തിന്റെ കൊട്ടേഷനെടുത്ത അനി, ഇയാളുടെ സുഹൃത്ത് മാഹീൻ, കാർ വാടകയ്ക്കെടുത്ത ആസിഫ്, ധനകാര്യ സ്ഥാപനത്തിലെ ബ്രാഞ്ച് മാനേജർ സരിത, അക്കൗണ്ടന്റ് അനൂപ് എന്നിവരാണ് പിടിയിലായത്. റിട്ടയർഡ് BSNL ജീവനക്കാരനായിരുന്ന പാപ്പച്ചൻ ആശ്രാമത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ 78 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു. ഈ തുക തട്ടിയെടുക്കാൻ ബ്രാഞ്ച് മാനേജറും അക്കൗണ്ടന്റും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു കൊലപാതകം. സ്ഥിരം സൈക്കിൾ യാത്ര ചെയ്യാറുള്ള പാപ്പച്ചനെ അപകടത്തിലൂടെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. അതിനായി കൊല്ലം സ്വദേശിയായ അനിക്ക് 2.5 ലക്ഷം രൂപ കൊട്ടേഷൻ തുകയായി നൽകി. 3 തവണ പാപ്പച്ചനെ ഓട്ടോറിക്ഷ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഈ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഇതോടെ പണമിടപാടിന്റെ കാര്യം സംസാരിക്കാനെന്ന വ്യാജേന പാപ്പച്ചനെ ബ്രാഞ്ച് മാനേജർ സരിത വിളിച്ചു വരുത്തി. യാത്രക്കിടെ കാറിടിച്ച് കൊലപ്പെടുത്തി. അനിമനുടെ ഒരു അസോസിയേറ്റ് മാഹിനും ഈ 2 പേരിനെ കൊട്ടേഷൻ കൊടുത്ത സരിത പിന്നെ അനു, ഈ 2 പ്രതികളുടെ ഇൻവോൾവ്മെന്റും ഇതിനകത്ത് വെളിവായിട്ടുണ്ട്. അതുപോലെ തന്നെ നീല വാഗനർ കൊടുത്ത ഹാഷിഫിനെയും പ്രതിയാക്കാനുള്ള തെളിവ് കിട്ടിയ സാഹചര്യത്തിൽ ഈ 5 പേരിനെ പ്രതിയാക്കിയിട്ട് ഈ കേസ് നമ്മൾ 302ലേക്ക് ഓർഡർ ചെയ്യുന്നു. ഇത് പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം ഒരു മർഡർ ഫോർ ഗെയിൻ ഉള്ള ഓഫൻസ് ആണ്. ഈ 5 പേർ ഗൂഢാലോചന നടത്തിയിട്ട് പ്രോപ്പർ പ്ലാനിങ്ങിന്റെ ഇടയിൽ പാപ്പച്ചനെ ആണ് കൊന്നത്. മെയ് 26-ന് ആശ്രാമത്തിന് സമീപത്ത് വെച്ച് കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 80-കാരനായ വയോധികനെ ആശുപത്രിയിൽ എത്തിക്കാതെ മരണം ഉറപ്പാക്കുകയും ചെയ്തു. മരണത്തിന് ശേഷം അച്ഛന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് കാട്ടി മക്കൾ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന കണ്ടെത്തലിലേക്ക് നയിച്ചത്. പപ്പച്ചനുടെ മോള് ഒരു പരാതിയും ജൂൺ മാസം നമ്മുടെ ഓഫീസിൽ കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്ത് പപ്പച്ചനുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുമായിട്ടുള്ള സംശയങ്ങൾ ഈ പോലീസ് അതോറിറ്റീസിനെ ഇവരുടെ മോൾ അവതരിപ്പിച്ചു. ഇതിനകത്ത് ഒരു മാസത്തിൻ്റെ ഫോളോ അപ്പിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവത്തിന് മുമ്പ് സരിതയും അനൂപും പുതിയ സിം കാർഡ് എടുത്തു. ഈ സിമ്മിലൂടെയായിരുന്നു അനിലുമായി സംസാരിച്ചിരുന്നത്. കൊലപാതകത്തിന് ശേഷം പാപ്പച്ചന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന 2.5 ലക്ഷം രൂപ അനിക്ക് കൈമാറി. പിന്നീട് പലതവണയായി 18 ലക്ഷത്തോളം രൂപയാണ് കൊട്ടേഷന് വേണ്ടി ഇയാൾ വാങ്ങിയത്. മക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് മാനേജറുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നി. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും ഒഴിഞ്ഞുമാറി. അനിയും അനൂപും സരിതയും തമ്മിൽ അപകടത്തിന് മുമ്പ് ഫോണിൽ പലകുറി ബന്ധപ്പെട്ടിരുന്നുവെന്നും വ്യക്തമായി. അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ പണമിടപാട് സംബന്ധിച്ച കാര്യങ്ങളും കണ്ടെത്തി. ഇതോടെയാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതും കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചതും. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യും. അത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. പ്രതികളെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. തുടർന്ന് ഇവരെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. ക്യാമറമാൻ ഷാനവാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.